കുത്തി മറിച്ചിടാൻ നോക്കുന്നത്. എസ്കേൻ ആന മറിഞ്ഞു വീണിരിക്കുന്നു. എസ്കേൻ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എസ്കേൻ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ദാ മയക്കുവെടി വെച്ചിരിക്കുന്നു. ഏഴാറ്റുമുഖം ഗണപതി എസ്കേൻ ദാ ആനയ്ക്കെതിരെ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിക്കുന്നു. ഏഴാറ്റുമുഖം ഗണപതിക്കെതിരെ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചിരിക്കുന്നു. അതായത് മറ്റേ മയങ്ങിയ ആനയെ കുത്തിമറിച്ചിട്ട സാഹചര്യത്തിലാണ് ഏഴാറ്റുമുഖം ഗണപതിക്കെതിരെ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചിരിക്കുന്നു. നമ്മുടെ ഒപ്പമുള്ള ഒപ്പമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചിരിക്കുന്നു. ആനയെ തുരത്തുന്നു. ആനതാ ഓടുന്നതാണ്. ഏഴാറ്റുമുഖം ഗണപതി ഓടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ഏഴാറ്റുമുഖം ഗണപതി അവിടെ നിന്ന് ഓടി മാറുന്നുണ്ട് ഏഴാറ്റുമുഖം ഗണപതി. ഇപ്പോൾ ആനക്കരികിലേക്ക്, അതായത് മയങ്ങിയ ആനക്കരികിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള സംഘം ഈ മയങ്ങിയ ആനക്കരികിലേക്ക് എത്തിയിരിക്കുന്നു. ഏഴാറ്റുമുഖം ഗണപതി പരിഭ്രാന്തിപ്പെട്ട് റബ്ബർ ബുള്ളറ്റ് അടിച്ചതോടുകൂടി ഏഴാറ്റുമുഖം ഗണപതി ഓടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണാം സ്കേൻ ഏഴാറ്റുമുഖം ഗണപതി ഓടി മാറുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആന വീണ്ടും ഇപ്പോൾ ഈ മേഖലയിലേക്ക്, അതായത് ആനയെ സംബന്ധിച്ച് ആന വീണ്ടും അടുത്തേക്ക് വരാനുള്ള ഒരു അതായത് ഈ അരികിലേക്ക് വരാനുള്ള ഒരു വാസന പ്രകടിപ്പിക്കുന്നുണ്ട്. ആനയെ കൂടുതൽ ഉൾവനത്തിലേക്ക് കയറ്റാനാണ്, ഏഴാറ്റുമുഖം ഗണപതിയെ ഉള്ളിലേക്ക് കയറ്റാനാണ് ശ്രമിക്കുന്നത്. നമ്മളോടൊപ്പം ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, തോക്കേന്ത്യ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അവരോടൊപ്പം നിന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അവരും ഇപ്പോൾ ഈ തോക്ക് വെച്ച് ഫയർ ചെയ്യുന്നതാണ്, അതായത് റബ്ബർ പെല്ലറ്റ് വെച്ച് അടിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാരണം ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമാണ് രക്ഷാദൗത്യം നടക്കുകയുള്ളൂ. നമ്മുടെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ സംബന്ധിച്ച് അത് ഈ ആനയുടെ കുത്തേറ്റ് മറിഞ്ഞു വീഴുന്ന നിലയുണ്ടായി. അത് ബോധപൂർവ്വം ആന കുത്തിയതല്ല. ഈ ആനയെ വിളിച്ചുണർത്തുന്നതിന് വേണ്ടി തള്ളി നോക്കിയതാണ്. പക്ഷേ ആ മയങ്ങി നിന്ന ആന ആയതുകൊണ്ട് തന്നെ അത് മറിഞ്ഞു വീഴുകയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ളവർ ഈ മേഖലയിലേക്ക്, അതായത് ഇപ്പോൾ ഈ ആനക്കരികിലേക്ക് എത്തിയതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ മയങ്ങി കിടക്കുന്ന ആനയെ ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രി അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് ആളുകളൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടെല്ലാവരോടും ഇപ്പോൾ ഇവിടെ നിന്ന് മാറാൻ, അതായത് നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി പോയ മേഖലയിൽ നിന്ന് മാറാനുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ആനക്കരികിലേക്ക് ദൗത്യസംഘം എത്തിയിരിക്കുന്ന സ്ക്രീൻ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് ഉള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നു. ആനയെ ഇനിയിപ്പോൾ സ്വാഭാവികമായും എഴുന്നേൽപ്പിക്കേണ്ടി വരും. കുങ്കിയാനകളുടെയൊക്കെ സഹായം വേണ്ടി വരും. കാരണം ആന ഇപ്പോൾ കിടക്കുകയാണ്. ഈ ദൗത്യസംഘത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചേർന്ന റിവ്യൂ മീറ്റിങ്ങുകളിലടക്കം ഇവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്ന കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു സംശയം എസ്കേൻ. കാരണം ഈ ആന മറിഞ്ഞു വീണിരിക്കുന്നു. അതായത് ഇപ്പോൾ ആന തീർത്തും കിടക്കുകയാണ്. അവിടെ നമ്മളോടൊപ്പം റൂബിൻ ലാൽ കൂടി ചേരുകയാണ്. കാരണം ഈ ആനയുടെ ആരോഗ്യസ്ഥിതി ആദ്യമായി 24 നമ്മൾ പുറത്തുവിടുന്ന റൂബിൻ തന്ന വാർത്തയിലൂടെയാണ്. റൂബിൻ, നിലവിലെ ഒരു സാഹചര്യം അവിടെ എന്താണ്? നിലവിലെ സാഹചര്യം, ഗണപതി വളരെ സ്നേഹത്തോടെ തൊട്ടതാണ്. പക്ഷേ ആന മറിഞ്ഞു വീണു. മറിഞ്ഞു വീണത് വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഈ ആനയ്ക്ക് തിരിച്ചെഴുന്നേൽക്കാൻ കഴിയുമോ? വനം വകുപ്പ് ഇനിയുള്ള മണിക്കൂറുകൾ കൊണ്ട് എങ്ങനെ ഇതിനെ വാഹനത്തിലേക്ക് കയറ്റി കൂട്ടിലേക്ക് എത്തിക്കാൻ കഴിയും? അങ്ങനെയുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ശുഭകരമായ ഒരു വാർത്ത, നമുക്ക് ഈ ആനയെ കൃത്യമായി കൂട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എസ്കേൻ, അത് തന്നെയാണ് എസ്കേൻ. ഇപ്പോൾ ഈ വടമൊക്കെ കൊണ്ടുപോകുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് കുങ്കിയാനകൾ സമീപത്തുണ്ട്. ഈ കുങ്കിയാനകൾ ഉപയോഗിച്ച് ഈ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാകും ആദ്യഘട്ടത്തിൽ നടത്തുക. ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിന് ശേഷം ഈ കുങ്കിയാനകളെ കൊണ്ട് കുത്തി വാഹനത്തിൽ കയറ്റാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ വടം കെട്ടിയ ശേഷം ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ അനിമൽ ആംബുലൻസ് അടക്കം ഈ മേഖലയിലുണ്ട്. എസ്കേൻ, വെള്ളമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നു. അതായത് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ആനയ്ക്കുള്ള വെള്ളമടക്കം, കൂടുതൽ വെള്ളം കന്നാസിൽ ചുവന്നുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ആനയുടെ ശരീരത്തിൽ ഒഴിക്കുന്നതിനാണ്. കാരണം കൂടുതൽ തണുപ്പ് അനിവാര്യമാണ്. കാരണം ഈ ആനയെ സംബന്ധിച്ച് ഒരു മാസം പോലും ആയിട്ടില്ല ആനയ്ക്ക് നേരത്തെ മയക്കുവെടി ഏറ്റിട്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രണ്ടാമതൊരു മയക്കുവെടി ഏൽക്കുന്ന സമയത്ത് അത് എത്രത്തോളം അതിജീവിക്കും എന്നതിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ആശങ്ക ഉണ്ടായിരുന്നതാണ്.